അവരൊക്കെ ഹജ്ജിന് വന്നതാണോ അതോ സുഖിക്കാൻ വന്നതാണോ? ഈ ചോദ്യം യഥാർത്ഥത്തിൽ തങ്ങൾക്ക് അതിനുള്ള സൗകര്യ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വെയിലും കൊണ്ട് ദൂരെ ദൂരെ നടന്ന് ലിഫ്റ്റ് പോലും ഇല്ലാത്ത കെട്ടിടത്തിന് 4-ാം നില വരെ എത്തിപ്പെട്ട് കഷ്ടപ്പെടുകയാണ്. ഇത് അവർക്ക് അല്ലാഹു തആല അവന്റെ ദുനിയാവിലെ ഐശ്വര്യം കൊടുക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ ആയത്. ഇപ്പുറത്തോ വലിയ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് കയറി പോകുമ്പോഴും അവര് ദിക്റ് ചൊല്ലുന്നുണ്ട്, അവര് സമയാസമയത്ത് ജമാഅത്തിന് പള്ളിയിൽ പോകുന്നുണ്ട്, അവര് സമയാസമയങ്ങളിൽ ഈ ആഡംബര ഹോട്ടലിൽ വസിക്കുമ്പോൾ പോലും സുന്നത്ത് നോമ്പ് നോൽക്കുന്നുണ്ട്. ഇവിടെ ഈ പണക്കാരോട് കുറുമ്പും കുശുമ്പും കാണിക്കുന്ന പാവപ്പെട്ടവൻ വലിയ ആബിദാണ്, ഭക്തനാണ് എന്ന് ധരിക്കുമ്പോ അവനെ ഓവർടേക്ക് ചെയ്യാൻ എത്ര അമലുകൾ പണക്കാരൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴീ വലിയ പണക്കാരന്റെ ചെലവിലായിരിക്കും, സഹായം കൊണ്ടായിരിക്കും എത്രയോ പാവപ്പെട്ടവരും ഉംറക്കും ഹജ്ജിനും വന്നത്. അതൊക്കെ നേടിയെടുക്കാമല്ലോ. അപ്പോഴും നല്ലത് അല്ലാഹു തആല നമുക്ക് ദുനിയാവും എമ്പാടും നൽകുക, ആഖിറവും നല്ല രീതിയിൽ തരിക. ഇത് രണ്ടും നമുക്ക് ലഭിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ബൈ ചാൻസ് ഒരാൾക്ക് അല്ലാഹു തആല ദുനിയാവൊന്നും കൂടുതൽ കൊടുത്തില്ല, പക്ഷെ ദീന് കൊടുത്തു, എന്നാ പിന്നെ ആ അച്ചടക്കത്തിൽ നിലനിൽക്കുക, ഉള്ളവരോട് വെറുപ്പും അസൂയവും കാണിക്കാതിരിക്കുക. എന്നിട്ട് അല്ലാഹു തആല തന്നെ നിർത്തിയിടത്ത് സംതൃപ്തിയുള്ള കൽബോടുകൂടി നിൽക്കുക. അതല്ലേ നല്ലത്? اللهم ولك الحمد ولك الشكر اللهم أدم علينا النعم وزد لنا النعم. അല്ലാഹു തആല കുറെ ആളുകൾക്ക് നല്ല ദുനിയാവിൽ സമ്പാദ്യം നൽകിയിട്ടുണ്ട്. അവർക്ക് ദീനും കൂടെ അല്ലാഹു തആല നൽകി. ഹറമും മദീന മുനവ്വറയും സിയാറത്തും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയേറെ മുന്നേറുന്നതോടൊപ്പം അവർക്ക് അല്ലാഹു തആല ദുനിയാവും കൊടുത്തു. അല്ലാഹു ഗനിയാണ്, ആ ഗിനയിൽ നിന്നും അവർക്ക് കൊടുത്തു. അല്ലാഹു അവന്റെ ദീനും മഹബത്തും അതും അവർക്ക് കൊടുത്തു. അതവര് നല്ല രീതിയിൽ വിനിയോഗിച്ചു, പാവപ്പെട്ടവരെ സഹായിച്ചു, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ നൽകി. അതോടൊപ്പം ഇബാദത്തും തഹജ്ജുദും ഇഅ്തികാഫും അവര് നിർവഹിച്ചു. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പരിശുദ്ധ മക്കയിലേക്ക് മദീനയിലേക്ക് വന്ന് അവരുടേതായ നിലവാരത്തിൽ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ താമസിക്കും. അപ്പോഴും അവരുടെ ഖൽബ് അല്ലാഹുവുമായി ബന്ധിതവും സ്നേഹിതവും ആണ്. എങ്കിലത് ഇത്ര നല്ല കാര്യമാണ്, നമുക്കൊക്കെ ആശിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ലേ അത്. ദീനു കൊണ്ടും അല്ലാഹു അവരെ അനുഗ്രഹിച്ചു, ദുനിയാവ് കൊണ്ടും അല്ലാഹു തആല അവരെ അനുഗ്രഹിച്ചു. ഈ അവസ്ഥയല്ലേ നമുക്ക് നല്ലത്? അശ്ശുക്റു മഅൽ ഗിന, ഐശ്വര്യത്തോടൊപ്പം ശുക്ർ ചെയ്യാനുള്ള ഖൽബും അവർക്ക് കിട്ടിയെന്നർത്ഥം. എന്നാൽ ഒരു കൂട്ടം ആളുകളുണ്ട്, ബഹുഭൂരിഭാഗവും വേണമെങ്കിൽ അങ്ങനെയാണ്, പാവപ്പെട്ടവരാണ്, ഇല്ലായ്മയാണ്, ദുനിയവിയായ സംവിധാന സൗകര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ അവരുടെ ധാരണ അവർക്ക് ദീൻ ഉണ്ട് എന്നാണ്. മഹല്ലിലെ പള്ളിയിലും ഇബാദത്തും ദിക്റും സ്വലാത്തും സലാമും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നടക്കുന്നവരാണ്. അവര് മോശക്കാരല്ല. അവരുടെ പള്ളിയിൽ വെച്ചുള്ള തഹജ്ജുദും ഇഅ്തികാഫും മതി. പരിശുദ്ധ മക്കയിലും മദീനയിലും ഒന്നും പോകാത്തതിന് കുറ്റക്കാരുമല്ല. അവരുടെ ആ ഒരു പള്ളിയും ഇഅ്തികാഫും അവരുടെ നാട്ടിൽ വെച്ച് ചെയ്താൽ തന്നെ വലിയ പദവിയിലേക്ക് അവരെത്തും. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ ഒരു ക്രമപ്രശ്നമോ, അതെന്താണ്? ഇല്ലാത്തവരുടെ ഖൽബ് ഉള്ളവരോട് വെറുപ്പും അസൂയയും പുച്ഛവും, ഇല്ലാത്തവരുടെ മനസ്സിൽ ഉള്ളവരോട് ഒരു തരം കുറുമ്പും കുശുമ്പും അസൂയയും. എന്നിട്ട് പണമുള്ള ധനികരായ ആളുകൾ മക്കയിൽ പോയി ഉംറ ചെയ്യുന്നു,
വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളിലാണ് താമസിക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ, പറയുമ്പോൾ, അവരെ കാണുമ്പോഴും ഇവരാര്? ഇങ്ങനെയാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക? ഇവര് സുഖിക്കാനാണോ ആഡംബരത്തിനാണോ പോകുന്നത്, അതോ ഉംറക്കാണോ പോകുന്നത് എന്ന ഒരു പരിഹാസം. യഥാർത്ഥത്തിൽ ഈ പുച്ഛഭാവം ഇത്തരം പണക്കാരോട് പാവപ്പെട്ടവർ തോന്നുന്നുവെങ്കിൽ, അവർ കാണിക്കുന്നുവെങ്കിൽ, ആ പ്രതിഷേധം ആരോടാണ്? അള്ളാഹുവിനോടല്ലേ? കാരണം അവർക്ക് അള്ളാഹു ദുനിയാവെമ്പാടും കൊടുത്തു, ദീനും കൊടുത്തു. അവര് ശുക്രുള്ളവരാണ്. അവർക്ക് ലഭിച്ച ദുനിയാവിനെ അവര് ദീനിന്റെ മുന്നേറ്റത്തിന്, പാവപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അവരുടെ അടുത്തേക്ക് എത്താൻ ഈ ദീന് മാത്രം കിട്ടി എന്ന് പറയുന്നവർക്ക് അവരുടെ കർമ്മങ്ങളെ കൊണ്ട് മാത്രം സാധിക്കുമോ? ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അള്ളാഹു അവന്റെ ഔദാര്യം അവനുദ്ദേശിക്കുന്നവർക്ക് സമ്മാനിക്കുന്നു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? എങ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് ക്ഷമ ഉണ്ടാകണം. ക്ഷമ ഉണ്ടാകുമ്പോൾ പിന്നെ ഉള്ളവരോട് പുച്ഛവും പരിഭവവും ഉണ്ടാവില്ല, കുശുമ്പും കുറുമ്പും ഉണ്ടാവില്ല. അൽ ഫഖ്റു മഅ സ്വബ്ർ. ഉള്ള അവസ്ഥയിൽ തൃപ്തിപ്പെടാനും അല്ലാഹു തആലയുടെ പടപ്പുകളോട് ഒരു വെറുപ്പും വിരോധവും കാണിക്കാതിരിക്കുകയും ഉള്ളതിൽ തൃപ്തി അടയുകയും ചെയ്യുന്ന ഒരു കൽബുണ്ടെങ്കിൽ അൽ ഫഖ്റു മഅ സ്വബ്ർ ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്. അവര് വസ്ത്രത്തിലും വേഷത്തിലും പാർപ്പിടത്തിലും വാഹനത്തിലുമൊക്കെ വളരെ കുറവുള്ളവരാണ്. എന്നാൽ ക്ഷമിക്കണം. എങ്ങനെയാണ് ആ ക്ഷമ? ഉള്ളവരോട് പുച്ഛവും വെറുപ്പും കാണിക്കുമ്പോൾ അത് ക്ഷമയല്ല, അത് പ്രതിഷേധമാണ്. ആരോട്? എനിക്ക് അല്ലാഹു തആല നിസ്കാരവും നോമ്പും പള്ളിയും ഇൽമും ഒക്കെ തന്നു, ദുനിയാവിന്റെ സൗകര്യങ്ങളൊന്നും തന്നില്ല. അള്ളാഹുവിനോട് പ്രതിഷേധം. അവർക്ക് വലിയ സൗകര്യ സംവിധാനങ്ങളും വീടും പാർപ്പിടവും കൊട്ടാരങ്ങളും കൊടുത്തു. എന്നിട്ട് അവര് കണ്ടില്ലേ? ഈ ഒരു നിസ്സാരപ്പെടുത്തുന്ന ഭാവം നമ്മുടെ മനസ്സിലുണ്ടായാൽ തീർച്ചയായും അസ്വബുറു മഅൽ ഫഖ്ർ, ദാരിദ്ര്യ വിഷമത്തോടൊപ്പം ക്ഷമിക്കുക എന്ന പുണ്യത്തിൽ അവരെത്തുകയില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ, അല്ലാഹുവേ ഇഹലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ. പണവും പ്രതാപവും ഇൽമും ഇഹലോക ജീവിതത്തിലെ ഹസനത്ത്, അത് അള്ളാഹുവിനോട് ചോദിക്കാനാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ചോദിക്കുമ്പോ അള്ളാഹു നൽകും ചിലർക്ക്. അത് നന്മയായി കാണണം, അത് അള്ളാഹുവിന്റെ സമ്മാനമായി കാണണം. വഫിൽ ആഖിറതി ഹസനത്തൻ, ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്ത്, സ്വർഗീയ സുഖവും സന്തോഷവും. അപ്പൊ ദുനിയാവിലും വേണം ആഖിറത്തിലും വേണം എന്ന് ചോദിക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. എങ്കിൽ ചില ആളുകൾക്ക് ചോദിക്കാതെ തന്നെ അള്ളാഹു തആല ദുനിയാവ് കോരിവാരി കൊടുക്കുന്നു, കോടികളുടെ സമ്പാദ്യം. ഇവർക്ക് ദീനുമായുള്ള ഒരു ചെറിയ അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ, പണമില്ലാത്തവർക്ക് സ്വർഗം വാങ്ങാൻ കഴിയുന്നതിനേക്കാളും സ്വർഗം നേടാനുള്ള വഴികൾ ബോധമുള്ള പണക്കാർക്ക് കഴിയും. നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി, നല്ല മുതല്, ഹലാലായി സംഘടിപ്പിക്കുന്ന മുതല്, പാവപ്പെട്ടവരുടെ അവകാശങ്ങളും സക്കാത്തും ഒക്കെ കൊടുത്തു തീർക്കുന്ന, പിന്നെയും ബാക്കി നിൽക്കുന്ന മുതല്. നിഅമൽ മാലു സ്വാലിഹ് ലിൽ മർഇ സ്വാലിഹ്, സ്വാലിഹായ മനുഷ്യന് അത് എത്ര നല്ല മുതലാണ്. ഈ ഒരു കൺസെപ്റ്റ് ഇല്ലാതിരിക്കുമ്പോ സാമ്പത്തികമായി ശേഷിയില്ലാത്തവര് എപ്പോഴും ഒരു പരിഭവവും പ്രതിഷേധവും അസൂയയും കുശുമ്പും. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് നേർക്കാണ് ചെന്ന് ചേരുക എന്ന് പലർക്കും ഓർക്കാറില്ല. മുമ്പൊക്കെ ഹജ്ജിനൊക്കെ വരുമ്പോ വലിയ വലിയ ഹോട്ടലുകളിൽ ആഡംബര സംവിധാനമുള്ള ഒരു വലിയ നിലകളിലേക്ക് ലിഫ്റ്റിൽ കയറി പോകുമ്പോ നമ്മുടെ പാവപ്പെട്ട ഹാജിമാര് അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ഒരു അധ്യാപനം
ടീച്ചിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താ പറയാ, നമ്മൾ എത്രയോ കണ്ടതാണ് കേട്ടതാണത്. അവരൊക്കെ ഹജ്ജിന് വന്നതാണോ അതോ സുഖിക്കാൻ വന്നതാണോ? ഈ ചോദ്യം യഥാർത്ഥത്തിൽ തങ്ങൾക്ക് അതിനുള്ള സൗകര്യ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വെയിലും കൊണ്ട് ദൂരെ ദൂരെ നടന്ന് ലിഫ്റ്റ് പോലും ഇല്ലാത്ത കെട്ടിടത്തിന് 4-ാം നില വരെ എത്തിപ്പെട്ട് കഷ്ടപ്പെടുകയാണ്. ഇത് അവർക്ക് അല്ലാഹു തആല അവന്റെ ദുനിയാവിലെ ഐശ്വര്യം കൊടുക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ ആയത്. ഇപ്പുറത്തോ വലിയ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് കയറി പോകുമ്പോഴും അവര് ദിക്റ് ചൊല്ലുന്നുണ്ട്, അവര് സമയാസമയത്ത് ജമാഅത്തിന് പള്ളിയിൽ പോകുന്നുണ്ട്, അവര് സമയാസമയങ്ങളിൽ ഈ ആഡംബര ഹോട്ടലിൽ വസിക്കുമ്പോൾ പോലും സുന്നത്ത് നോമ്പ് നോൽക്കുന്നുണ്ട്. ഇവിടെ ഈ പണക്കാരോട് കുറുമ്പും കുശുമ്പും കാണിക്കുന്ന പാവപ്പെട്ടവൻ വലിയ ആബിദാണ്, ഭക്തനാണ് എന്ന് ധരിക്കുമ്പോ അവനെ ഓവർടേക്ക് ചെയ്യാൻ എത്ര അമലുകൾ പണക്കാരൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴീ വലിയ പണക്കാരന്റെ ചെലവിലായിരിക്കും, സഹായം കൊണ്ടായിരിക്കും എത്രയോ പാവപ്പെട്ടവരും ഉംറക്കും ഹജ്ജിനും വന്നത്. അതൊക്കെ നേടിയെടുക്കാമല്ലോ. അപ്പോഴേ നല്ലത് അല്ലാഹു തആല നമുക്ക് ദുനിയാവും എമ്പാടും നൽകുക, ആഖിറവും നല്ല രീതിയിൽ തരിക. ഇത് രണ്ടും നമുക്ക് ലഭിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ബൈ ചാൻസ് ഒരാൾക്ക് അല്ലാഹു തആല ദുനിയാവൊന്നും കൂടുതൽ കൊടുത്തില്ല, പക്ഷെ ദീന് കൊടുത്തു, എന്നാ പിന്നെ ആ അച്ചടക്കത്തിൽ നിലനിൽക്കുക, ഉള്ളവരോട് വെറുപ്പും അസൂയവും കാണിക്കാതിരിക്കുക. എന്നിട്ട് അല്ലാഹു തആല തന്നെ നിർത്തിയിടത്ത് സംതൃപ്തിയുള്ള കൽബോടുകൂടി നിൽക്കുക. അതല്ലേ നല്ലത്? ആ ഒരു രീതി സ്വീകരിച്ചുകൂടെ? ഉന്നതമായ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വന്ന് താമസിക്കുമ്പോഴും അവിടെയുള്ള നൂറുകണക്കിന് ഗസ്റ്റുകളെ നാം കാണുന്നു. ഉന്നത പണക്കാരാണെന്ന് അവരുടെ അവസ്ഥയും കണ്ടാൽ അറിയും. എന്നാൽ അവരും അവരുടെ ഭാര്യ, കുടുംബ മക്കളെയൊക്കെ താലോലിച്ച് കയ്യും പിടിച്ച് ലിഫ്റ്റിൽ കയറ്റി ഹറമിലേക്ക് ജമാഅത്തിന് കൊണ്ടുപോകുന്നു. എന്തൊരു നല്ല ഭക്തിയുടെ മാർഗമാണത്. വഴിയിൽ കാണുന്നവർക്കൊക്കെ അവര് കൈ നിറയെ കൊടുക്കുന്നു ദാനധർമ്മങ്ങൾ. അപ്പോഴ് ആരും ആരെക്കാളും മെച്ചമാണെന്നോ മോശമാണെന്നോ വിധി പറയുന്നതിന് പകരം ഉള്ളവരും അവരുള്ളത് കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നു, അള്ളാഹുവിനെ സ്മരിക്കുന്നു, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കുന്നു. മുമ്പ് കേട്ടിട്ടുണ്ട്, കേരളത്തിൽ തന്നെയുള്ള കോടീശ്വരന്മാരായ ചിലര് ദിവസങ്ങളോളം വന്നിട്ട് ക്ലോക്ക് ടവറിൽ താമസിക്കുന്നു, തൗഹീദിൽ അല്ലെങ്കിൽ ശരിക്കത്ത് മക്കയിൽ താമസിക്കുന്നു. കൃത്യമായി റമദാനിലൊക്കെ വന്നിട്ട് വലിയ ഇബാദത്തിൽ കൊണ്ടുപോകും. അവര് കോടീശ്വരന്മാരാണ്. അവർക്ക് അല്ലാഹു തആല ആ സൗകര്യവും കൊടുത്തു, ഇബാദത്ത് ചെയ്യണമെന്ന ബോധവും കൊടുത്തു, പാവപ്പെട്ടവരോട് കാരുണ്യ ബോധവും നൽകി. ഇവരാണോ നല്ലവര്? അൽ ഗിനാ മഅ ശുക്ർ. എപ്പോഴും നല്ലത് അതാണ്. അല്ലാഹുമ്മ അഗ്നിനാ മിൻ ഫദ്ലിക്. ഈ ഒരു ബോധവും പ്രാർത്ഥനയുമാണ് കൂടുതൽ വിശ്വാസികൾക്ക് നല്ലത്. പിന്നെ പണമുണ്ടായാൽ, സമ്പത്തുണ്ടായാൽ അത് കൽബിനെ കുലുക്കരുത്, അത് പോക്കറ്റിൽ വെക്കേണ്ടതാണ്. കൽബകത്ത് അള്ളാഹുവിനെ വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏത് കോടീശ്വരനും അള്ളാഹുവിന്റെ മുൻപിലും ധനികനായിരിക്കും. വസ്ഹദ് വദാ ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽ മാലി ലാ ഫഖ്ദുൻ ലഹു തകു അഖലൻ. സയ്യിദി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അദ്കിയിൽ പറഞ്ഞതാണ്, നീ ഭൗതിക പരിത്യാഗിയാവുക, ദുനിയാവിനെ വലിച്ചെറിയുക എന്നല്ല അതിന്റെ അർത്ഥം. വസ്ഹദ്, നീ സുഹദ്, ഭൗതിക പരിത്യാഗിയാവുക. വദാ ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽ മാൽ, മുതലുമായി നിന്റെ കൽബിന്റെ കെട്ടുപിടുത്തം ഒഴിവാക്കുക. ലാ ഫഖ്ദുൻ ലഹു, പണം വേണ്ടെന്ന് വെക്കലല്ല, തഖു അഖല, ബുദ്ധിപൂർവം ഈ കാര്യങ്ങൾ ഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ ദുനിയാവിനോടുള്ള ആ കെട്ടുപിടുത്തം, ആർത്തിയും അത്യാഗ്രഹവും കൽബിൽ നിന്ന് പോവുക. എന്നിട്ട് ഭൗതികമായ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ലഭിക്കുന്നതെല്ലാം പാവപ്പെട്ടവർക്ക് സക്കാത്തായും സദക്കയായും കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഒഴിവുള്ള സന്ദർഭങ്ങളിൽ മക്കയും മദീനയും അജ്മീറും മമ്പുറവും മക്കാമുകളും
അതൊക്കെ പരിപാലിക്കുക, അവരോടൊക്കെയുള്ള മഹബത്ത് കൽവിൽ കൊണ്ടു നടക്കുക. എന്നിട്ട് പ്രതാപത്തിന്റെ വസ്ത്രവും ഔന്നിത്യത്തിന്റെ വാഹനവും എല്ലാം ആവട്ടെ കൽവിൽ അള്ളാഹുവിനെ കൊണ്ട് നടക്കുക. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ദിക്ർ അതിന് തടസ്സം വരുത്തുന്ന വിധത്തിലുള്ള മുതലും മക്കളും അപകടമാണ്. അവിടെ തന്നെ എന്താണ് അർത്ഥം? അള്ളാഹുവിന്റെ ദിക്റിനും ഫിക്റിനും സഹായകമാകുന്ന മുതലും മക്കളും അനുഗ്രഹമാണ്, നിഅമത്താണ്. അല്ലാഹുമ്മ അദിം അലൈന നിഅം വർസുഖ്നാ ശുക്റഹ. അല്ലാഹുമ്മ ആമീൻ.